ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നാ ഇൽമൻ അജ്മഈൻ അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കഹാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഇൻഷാല്ലാ ഓപ്പോസിറ്റ്സ് ഇല്ലാത്ത സിഫ ഒന്നാമത്തെ സിഫ നോക്കാം എന്താണെന്നുള്ളത്. ഒന്നാമത്തെ സിഫ പേരെന്താണ്? അസ്സഫീർ. ഓക്കെ, അസ്സഫീർ ചൂളമടിക്കൽ. ഓക്കെ, ഇംഗ്ലീഷിലാണെങ്കിൽ വിസ്ലിംഗ് സൗണ്ട്. ഒരു വിസിലിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ ഒരു ചൂളമടി സൗണ്ട് ഉണ്ടാവുമല്ലോ, ഒരു ഒരു എന്താ പറയുക, ഒരു ഷ്രില്ലിംഗ് സൗണ്ട്, ഒരു കൂർമ്മതുള്ള ശബ്ദം. അത് ഇപ്പോൾ ഈ വിസിലിൻ്റെ ഫോട്ടോ നോക്കാം. എന്താ ഇപ്പോൾ ഈ നേരിയൊരു ഗ്യാപ്പിൽ കൂടെ ശബ്ദം വരുമ്പോൾ ആ ശബ്ദത്തിന് എന്താണ് ഒരു തീക്ഷ്ണത വരുന്നുണ്ട് അല്ലേ, ഒരു കൂർമ്മത വരുന്നുണ്ട്. ഓക്കെ, ഒരു ഷ്രില്ലിംഗ് സൗണ്ട് വരുന്നുണ്ട് ആ നേരിയ ഗ്യാപ്പിൽ കൂടെ വരുമ്പോൾ. അപ്പോൾ അതേ മെക്കാനിസമാണ് വായിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രഷർ കുക്കർ പിന്നെ ഇനി നമ്മൾ നോക്കാം. ഈ എന്താണ് ഈ ഒരു നേരിയ ഗ്യാപ്പിൽ കൂടെ വരുമ്പോൾ എന്താണ് ശബ്ദത്തിന് ഒരു കൂർമ്മത വരുന്നുണ്ട്, ഒരു സ്ട്രെങ്ത്ത് വരുന്നുണ്ട്. അപ്പം എന്താണ് മലയാളത്തിൽ നോക്കാം. എന്താണ് അസ്സഫീർ? എന്താണ് ചെറിയ വിടവിലൂടെ ശബ്ദം കടന്നു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത. ഓക്കെ, വയൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ഫോട്ടോ നോക്കാം നമുക്ക്. വയൽ ഇവിടെ കണ്ടോ, ഈ ഗ്യാപ്പ് നേരെ ഒരു വിസിലിൻ്റെത് പോലെ ഒരു നേരെ ഒരു ഗ്യാപ്പിൽ കൂടാണ് വരുന്നത് ശബ്ദം പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ശബ്ദത്തിന് ഒരു കൂർമ്മത വരുന്നുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾ ഇതൊക്കെയാണ് സീൻ, സ, സോദ്. ഓക്കെ, അപ്പോൾ നമ്മൾ അസ് അസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വിസിലിൻ്റെ പോലെ അസ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സഫീർ എന്ന് പറയുന്നത്. ഈ നേരെ ഗ്യാപ്പിൽ കൂടെ ശബ്ദം വരുമ്പോൾ ശബ്ദത്തിന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണത് സഫീർ, ഒരു ചൂളമടി ശബ്ദം. ഓക്കെ, അസ്, പിന്നെ അസ് അസ്. അപ്പോൾ നാവിൻ്റെ അറ്റവും പിന്നെ മേലെ ഭാഗവും തമ്മിൽ ഒരു നേരിയൊരു ഗ്യാപ്പിൽ കൂടെ ശബ്ദം ഒഴുകുമ്പം ഇത് ഈ ഒരു വിസിലിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന പോലെയുള്ള അങ്ങനെ ഒരു ചൂളമടി ശബ്ദം വരുന്നുണ്ട്. അസ് അസ്. ഓക്കെ, പിന്നെ സോദ് എസ് അസ്. ഓക്കെ, അസ് സീനാണ്. അസ് അസ് എസ്. അപ്പം ഇതായിരുന്നു സഫീർ. എന്താണ് സീൻ സോദ്, സീൻ, സ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ താഴത്തെയും മുകളിലെയും മുൻനിരപ്പല്ലുകളുടെ ഇടയിലുള്ള ചെറിയ വിടവിലൂടെ ശബ്ദം പുറത്തു വരുന്നു. അത് ഈ ആരോ മാർക്ക് കണ്ടാൽ അറിയാം. അപ്പോൾ ഇതാണ് സഫീർ എന്ന് പറയുന്നത്. ഇതാണ് ആ ഒരു നേരിയൊരു ഗ്യാപ്പിൽ കൂടെ ശബ്ദം വരുമ്പം ഉള്ള ഒരു ഇത്. സീൻ്റെ സഫീർ ചിലപ്പോൾ ടീച്ചേഴ്സിന് കറക്ഷൻ ചെയ്യാനൊക്കെ വരാറുണ്ട്. സഫീർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് അസ് അസ് എങ്ങനെയാണ്. അപ്പോൾ അത് കറക്റ്റ് ആക്കണം. നാവ് വെക്കുന്ന ഷേപ്പൊക്കെ ശരിയാക്കിയിട്ട് ആ ഒരു സഫീർ വരണം എന്തായാലും, എന്നാലും ആ സീന് പൂർത്തിയാവുള്ളൂ. സ ആണെങ്കിലും സ്വാദാണെങ്കിലും ഒക്കെ പൂർത്തിയാവണമെങ്കിൽ ആ സഫീറും കൂടി വരണം. അസ് നമ്മൾ നാവ് മുകളിൽ കൂടുതൽ ചിലവർ ഭയങ്കര ടൈറ്റാക്കിയിട്ട് ആ സഫീർ വരില്ല. അങ്ങനെ ഭയങ്കര ടൈറ്റാക്കിയിട്ട് അസ് എന്നൊന്നും പറയാൻ പാടില്ല. അസ് ഒഴുകണം, കാറ്റ് ഒഴുകണം. ആ ഒരു നേര് ഗ്യാപ്പിൽ കൂടെ ഒഴുകുമ്പോഴാണ് ആ ശബ്ദത്തിൻ്റെ കൂർമ്മത വരാം അസ് എന്നുള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.